ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന പ്രവേശിക്കാം. കർത്താവേ, പരീക്ഷ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ്. പരീക്ഷ തീരണ വരെ ഇനി പ്ലസ് ടുക്കാരുടെ പരീക്ഷ വരുന്നുണ്ട്, SLCക്കാരുടെ പരീക്ഷ ഉണ്ട്, ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. പരീക്ഷ ഉള്ളവർ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അമ്മയുടെ അടുത്ത് വന്ന് അപ്പൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അവരെ തൊട്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, വിശ്വപ്രമാണം ചൊല്ലട്ടെ. അപ്പൻ അവരെ ആശംസിച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഇതൊരു നല്ല ദിവസമാണ്. കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മക്കൾക്ക് അവകാശമാക്കാൻ നിൻ്റെ അഭിഷേകം ഓരോ പ്രഭാതത്തിലും പുതിയ അഭിഷേകം, പുതിയ ദൈവാനുഭവം അവർക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ പഠിക്കുന്നതിനോട് കൂടുതൽ ലഘുവാകണം കർത്താവേ. എൻ്റെ ഭാരം ലഘുവാണെന്ന് നീ പറഞ്ഞതിൽ അഭിഷേകം കിട്ടിയ പഠനത്തിന് മുന്നിൽ അഭിഷേകം കിട്ടിയാൽ എല്ലാ പാഠഭാഗങ്ങളും അവർക്ക് ലഘുവാകും ഈശോയെ. അതുകൊണ്ട് അവർ ഉറക്കമില്ലാതെ ഉറങ്ങുകയോ പഠിച്ചും അടുത്തിട്ട് തലേ കയറാതിരിക്കുന്ന പേര് ടയേർഡായിട്ട് ഉറങ്ങുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ എല്ലാ അവശതകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ചിന്തകളെ ഭരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കടകമ്പോളുകൾ നടത്തുന്നവരുണ്ട്. കുടുംബത്തിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളൊക്കെ ജയിച്ചു വന്നാൽ ഇവിടെ പഠിപ്പിക്കുമെന്ന് ഓർത്തിട്ട് മാതാപിതാക്കന്മാരെ വെമ്പുന്നവരുണ്ട്. ഏത് മാർഗം അന്വേഷിക്കും, കുഞ്ഞുങ്ങളുടെ പഠനം അടഞ്ഞു പോകുമെന്നൊക്കെ പാവപ്പെട്ടവർ വിഷമിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ ഇടനിലക്കാരായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു സഹായം ഒരിടത്തും ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ, ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഉപരിപഠനത്തിന് വിടാൻ ആവശ്യമായ അവരുടെ പ്രൊഫഷൻ, അവരുടെ അഭിരുചി അനുസരിച്ച്
അവർ പഠിച്ച് മുന്നേറി സ്വന്തം കാലം നിൽക്കാനുള്ള കൃപ അവർക്ക് ലഭിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം തന്നെ കർത്താവെ ഞാൻ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കുന്ന കാലമാണ് ഈശോയെ. നോൻപ് തുടങ്ങിയാൽ പിന്നെ വിവാഹമില്ല. വിവാഹത്തിൻ്റെ അവസാന ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കടങ്ങളിലൂടെ വിവാഹം നടത്തുന്നവരുണ്ട്, വലിയ സംഘർഷങ്ങളുടെ വിവാഹം നടത്തുന്നവരുണ്ട്, പലതര വിവാഹത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ ദൈവത്തെ മാറ്റി നിറച്ച് സന്തോഷിച്ച് ഉല്ലസിച്ച് നടക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, നോൻപ് വരെയുള്ള നടക്കുന്ന എല്ലാ അടിയന്തരങ്ങളെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. നോൻപിന് മാനസികമായിട്ട് നോൻപിനോട് ഉൾക്കൊള്ളുവാനും അതിനുവേണ്ടി ഇപ്പം തന്നെ ഒരുങ്ങുവാനും അങ്ങയുടെ മക്കൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഫെബ്രുവരി മാർച്ച് 2, മാർച്ച് 3, 5 ഒക്കെ ആയിട്ടാണ് കർത്താവ് നോൻപുകൾ സഭകൾ ആരംഭിക്കുന്നത്. അവിടെയെല്ലാം കർത്താവെ നിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കാനുള്ള ആയിരങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈശോയെ. അവരെല്ലാം അങ്ങ് പാകതയോടെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തേടുന്ന കാലമാണ് നോൻപ് കാലം ഈശോയെ. അതെല്ലാം അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ നോൻപിന് മുമ്പുള്ള എല്ലാ ദിവസങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മക്കൾ, പല കുടുംബങ്ങളും പണ്ട് ഭയങ്കര വിശുദ്ധിയോടും ഭയങ്കര പ്രാർത്ഥനയുന്ന കുടുംബങ്ങൾക്ക് ഇന്ന് കർത്താവ് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാത്ത അനാഥമായി കുടുംബം പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട്. കേരളത്തിൽ 10,000-കണക്കിന് കുടുംബങ്ങൾ പൂട്ടിയിട്ടിരിക്കുന്ന ഈശോയെ. അതൊക്കെ വിറ്റുമാറ്റി കർത്താവെ, അവിടെയെല്ലാം അങ്ങയെ വെച്ച് ആരാധിച്ചിരുന്ന കുടുംബങ്ങൾ പോലും കർത്താവ് അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്ന കാഴ്ചയാണ് ഈശോയെ, ദുരന്ത കാഴ്ച. അതെല്ലാം കർത്താവ് ആ മേഖലയിൽ ആ വീട് വിട്ടുപോയവർക്ക് വിദേശത്തും വീടില്ലാതെ ഇരിക്കുന്ന അവസ്ഥയുമുണ്ട് കർത്താവ്. ആ വീടിനെ അവർക്ക് പണം ചിലവാക്കാനും അവർക്ക് ലോൺ സാങ്ഷനാകാത്ത അവസ്ഥയുണ്ട്. ലോൺ എടുത്തിട്ട് അവിടെയും കടം ഇവിടെയും കടമായിട്ട് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഇങ്ങനെ എന്തെല്ലാം പുതിയ കാലത്തെ പുതിയ സങ്കടങ്ങളെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ കണ്ണീരോടെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മ കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ, ഓരോ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, എല്ലായിടത്തും കടന്നു ചെന്നുകൊണ്ട് എല്ലാവരെയും സന്ധിക്കാൻ ഈ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ശനിയാഴ്ച അമ്മയുടെ ദിവസം, അനുഗ്രഹത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് അവകാശമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറയാൻ അനുവദിച്ച കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 3/2/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ജോലി ഇല്ലാതെ ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആ സമയത്ത് ഗവൺമെൻറ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, ബാങ്കിങ് എക്സാംസിനൊക്കെ. പക്ഷേ ചിലതിന് പ്രിലിംസ് ക്ലിയർ ചെയ്യും, ചിലത് മെയിൻസ്, ചിലത് ഇൻ്റർവ്യൂ. പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടില്ലായിരുന്നു. അതുപോലെ ജോലി ഇല്ലാതെ ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അത് ഫോളോ ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഒരു ദിവസം എറണാകുളത്തുനിന്ന്, ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ജോലിയില്ല എന്നുള്ളത്. കുറേ നാളായി ജോലി ഇല്ലാതെ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ദിവസം എറണാകുളത്ത് നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ആൻറ്റി ആ ബസ്സിൽ കയറി. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഞാൻ വേറൊരു സീറ്റിലിരിക്കുമായിരുന്നു. ആ സീറ്റിൽ നിന്ന് എണീറ്റ് ഞാൻ ഈ ആൻറ്റിയുടെ അടുത്ത് വന്നിരുന്നു. പുള്ളിക്കാരി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് സംസാരിക്കുകയും കൃപാസനത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയായിട്ട് ഞാൻ അറിയത്തില്ല, ഞാൻ അങ്ങ് സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ പറയുന്ന എല്ലാം ആൻറ്റി കേട്ടു. എന്നെ കുറേ ആശ്വസിപ്പിച്ചു. എനിക്ക് കുറേ സൊല്യൂഷൻസൊക്കെ പറഞ്ഞു തന്നു. പിന്നെ എന്നെ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും, അങ്ങനെ അതായിരുന്നു ആദ്യമായിട്ട് ഞാൻ എൻ്റെ ആ ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉയർന്നു വരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത്. അങ്ങനെ പുറത്തോട്ട് പോകാനുള്ള IELTS എഴുതാം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ വളരെ കുറച്ച് പ്രിപ്പറേഷനോട് കൂടിയാണ് ഞാൻ IELTS എഴുതിയത്. എനിക്ക് IELTS ക്ലിയർ ചെയ്യാൻ പറ്റി. അതുപോലെ ഞാൻ സ്പീക്കിങ്ങിന് എൻ്റെ ക്വസ്റ്റ്യൻ, ഞാൻ ആകെ ഒരു ക്വസ്റ്റ്യനെ പഠിച്ചുള്ളൂ, അതിന് എനിക്ക് സ്പീക്കിങ്ങിന് വന്നു. ഞാൻ ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലവും കാശുരൂപവും എല്ലാം ഉപയോഗിച്ചിരുന്നു ആ സമയത്തും. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി. പക്ഷെ ഞാൻ കുറേ നാൾ അവിടെ നിന്നു. എനിക്ക് പുറത്തോട്ട് പോകാനുള്ള ഒന്നും ശരിയായില്ല. എനിക്ക് കുറേ ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിന് ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു നല്ല ജോലിയില്ല എന്നുള്ളൊരു
അങ്ങനെ ഞാൻ വിഷമിച്ച ഒരു ദിവസം ഞാനിങ്ങനെ വെട്ടുകാട് പള്ളിയിൽ പോയിരുന്നു. കുറേ നേരം ഞാൻ കരഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ക്യാബിൻ ക്രൂ ജോലിയെപ്പറ്റി എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു എന്തോ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശക്തി, ഒരു കൺവിക്ഷൻ ഉണ്ടായി. ഇത് തന്നെയായിരിക്കും എനിക്ക് ഉള്ള ജോലി, ഇത് ഞാൻ എന്തായാലും ട്രൈ ചെയ്യണം. അത് ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് 27 ഇയേഴ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ആ സമയത്ത് 26 വയസ്സും 7 മന്ത്സും ഉണ്ടായിരുന്നു. അപ്പം എനിക്കിനി വളരെ കുറച്ച് നാൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇത്രയും ലേറ്റായിട്ട് ചിലപ്പോൾ ഇത് എനിക്ക് അറിയിച്ചു തന്നത് മേ ബി സ്റ്റിൽ എനിക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ഫാക്ടർ കൊണ്ടായിരിക്കും. അങ്ങനെ എനിക്കത് ഭയങ്കര കൺവിക്ഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാ വെബ്സൈറ്റ്സിലെല്ലാം കയറി നോക്കാൻ തുടങ്ങി, എവിടെയെങ്കിലും ഹയറിംഗ് ഉണ്ടോ, എവിടെയെങ്കിലും ഇൻ്റർവ്യൂസ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഞാൻ ഒന്നും കണ്ടില്ല, എല്ലായിടും ഹയറിംഗ് കഴിഞ്ഞു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഇതുപോലെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ട് രാവിലെ, അപ്പം ഞാൻ എന്നും ആ സമയത്ത് രാവിലെ കുർബാനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കുർബാനയ്ക്ക് പോയിട്ട് ഞാനിതുപോലെ അന്ന് ഞാൻ കുമ്പസാരിച്ചിട്ട് പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, ഇന്ന വെബ്സൈറ്റിൽ ഇന്ന സെക്ഷനിൽ പോയി നോക്കാം. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തല്ല, വേറൊരു സെക്ഷനിൽ പോയി നോക്കാൻ. അപ്പോൾ അതൊരു മെയ് 7-ാം തീയതി ആയിരുന്നു. അങ്ങനെ മെയ് 14-ാം തീയതി ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് ഞാൻ കാണുകയും 7 ഡേയ്സ് ടൈം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു, സെക്കൻഡ് റൗണ്ട് ക്ലിയർ ചെയ്തു, തേർഡ് റൗണ്ട് എത്തിയപ്പോൾ എനിക്ക് 10 kgs ഓവർ വെയ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവിടെ അപ്പം ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചായിരുന്നു, ഒരു തവണ ഞാൻ പോകും, എനിക്ക് കിട്ടുവാണെങ്കിൽ മീൻസ് ഞാൻ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് ഹോപ്പില്ല. കാരണം ഓൾറെഡി എനിക്ക് ഇത്രയും മീൻസ് ഏജായി, അപ്പോൾ ചിലപ്പോൾ എടുക്കുമോ അങ്ങനെ ഒരു ഡൗട്ടിലായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ തേർഡ് റൗണ്ടിൽ BMI റൗണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ മാം എൻ്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ശക്തമായിട്ട് എൻ്റെ അടുത്ത്, ഭയങ്കര അധികാരത്തോടെ എൻ്റെ അടുത്ത് പറയുന്ന പോലെ തോന്നി, നീ 15 ഡേയ്സ് കഴിഞ്ഞിട്ട് വീണ്ടും വരണം, അറ്റ്ലീസ്റ്റ് 5 kgs എങ്കിലും റെഡ്യൂസ് ചെയ്തിട്ട് വാ, നീ ഉറപ്പായിട്ടും വരണം, നിന്നെ എനിക്കിവിടെ കാണണം 15 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഇൻ്റർവ്യൂവിലെന്ന്. അങ്ങനെ ഞാൻ വെയിറ്റ് കുറച്ചിട്ട് വീണ്ടും ചെന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഫൈനൽ റൗണ്ട് വരെ പോയി. എൻ്റെ CV അവർ സെലക്ട് ചെയ്തു, പക്ഷേ എൻ്റെ പ്രൊഫൈൽ ഹോൾഡിൽ വെച്ചു. കാരണം എനിക്ക് കുറച്ചും കൂടെ ഒരു 1-2 kgs കൂടെ കുറയ്ക്കണം എന്നുള്ള ഒരു ഇതിൽ അവരെൻ്റെ പ്രൊഫൈൽ ഹോൾഡിൽ വെച്ചു. നെക്സ്റ്റ് ടൈം ലാസ്റ്റ് റൗണ്ട് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് റൗണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈം പോയി. പക്ഷേ ആ സമയത്ത് ഇവർ ഫൈനൽ റൗണ്ടിൽ വന്ന് ആരെയും തന്നെ എടുത്തില്ല, ആരും ക്ലിയർ ചെയ്തില്ല. റീസൺ ചോദിച്ചപ്പം പറഞ്ഞതുമില്ല. അപ്പോൾ ഭയങ്കര ഇനി ഒരു പ്രതീക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. അതിനുശേഷം 1 വീക്ക് കഴിഞ്ഞിട്ട് വേറൊരു ഇൻ്റർവ്യൂ വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഈ ലാസ്റ്റ് ടൈം എനിക്ക് ക്ലിയർ ആവാതിരുന്ന ടൈമിൽ പിന്നെ ആദ്യം മുതൽ ഫസ്റ്റ് റൗണ്ട് മുതൽ നമ്മൾ വീണ്ടും അറ്റൻഡ് ചെയ്യണം, എന്നാലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കും. ഞാനിവിടെ കൃപാസനത്തിൽ വന്നു, 3 കെട്ട് പത്രം മേടിച്ചു. ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലൂടെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഒരു 5-6 പത്രം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. ഞാനിങ്ങനെ കൊടുത്തിട്ട് ബസ്സിൽ കയറി ഞാൻ യൂട്യൂബ് നോക്കുമ്പം ഖത്തർ എയർവേസിൽ ക്യാബിൻ ക്രൂ ആയിട്ട് സെലക്ട് ആയ ഒരു കുട്ടിയുടെ സാക്ഷ്യം അതിൻ്റെ ഫീഡിൽ വന്നു. അപ്പം അത്രയും നാളും ആദ്യം എന്തോ കുറേ വർഷങ്ങൾക്ക് മുന്നേ അതെൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കണ്ടു, അതെന്നെ ഒരുപാട് ബലപ്പെടുത്തി. ഞാൻ എൻ്റെ വീടെത്തുന്നത് വരെ ആ ഇൻ്റർവ്യൂ തന്നെ ലൂപ്പിൽ കണ്ടുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ഇൻ്റർവ്യൂ. അപ്പം ഞാൻ ഇനി ഇൻ്റർവ്യൂ കൊടുക്കാൻ എനിക്ക് പ്ലാനൊന്നുമില്ല, ഞാനൊന്നും എൻ്റെ മനസ്സ് ബ്ലാങ്കാണ്. പക്ഷേ ഈ ഇൻ്റർവ്യൂ തന്നെ ഈ സാക്ഷ്യം തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ദിവസം എത്തി. ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രാവിലെയാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, അതേമേ ഒരു ആരെങ്കിലും എന്നെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എന്നോട് പറയുവാണെങ്കിൽ മാത്രം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ രാവിലെ എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഇതിന് പോയി നോക്ക്. അങ്ങനെ ഞാൻ വേഗം റെഡിയായി പോകുന്ന വഴിക്ക് ഞാൻ ബാക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്രം എല്ലാം കൊടുത്തിട്ട് പോയി. അതിനുശേഷം വിശുദ്ധ ഉടമ്പടി ഉപ്പ് ഞാൻ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി ആ ഇൻ്റർവ്യൂ ഹാളിൽ ഞാൻ ഇട്ടു. അപ്പോൾ അതിന് മുന്നത്തെ ഇൻ്റർവ്യൂ വരെ ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചിട്ടേ ഇല്ല. ഞാൻ ഉടമ്പടി തൈലം അതുപോലെ തന്നെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എന്നിട്ട് എൻ്റെ കാശുരൂപവും തൈലവും എടുക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്തിനാ ഉപ്പ് കൊണ്ടുപോകേണ്ട ആവശ്യം എന്താ, ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ലേ എന്നുള്ളത്. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പം അവിടെ കൊണ്ടുപോയി ഇട്ടു. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ്, ഫോർത്ത് എല്ലാം
കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ ചെയ്തു. എങ്ങനെ ക്ലിയർ ചെയ്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. അവിടെയും ഞാൻ ഫസ്റ്റ് റൗണ്ട് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. അപ്പം ഒരു 10-12 പേരുടെ ഒരു ഗ്രൂപ്പാണ്. ഞാൻ 11ാമതായിരിക്കുന്നത്. എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. എൻ്റെ അടുത്ത് വന്നപ്പം ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. അവരെപ്പോഴും എന്തെങ്കിലും ഒരു കോമൺ സബ്ജക്റ്റിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത്. ഞാൻ ഒരു ടോപ്പിക്ക് മാത്രം ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ട് പോയി, ഇത് വരുവാണെങ്കിൽ ഇങ്ങനെ പറയണമെന്ന്. അത് ചോദിച്ചു. എൻ്റെ CV സെലക്ട് ചെയ്തു. അങ്ങനെ ആ ഫസ്റ്റ് റൗണ്ടിൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഞാൻ മാത്രമേ സെലക്ട് ആയുള്ളൂ. അതുപോലെ തന്നെ ഓരോരോ റൗണ്ടും പെട്ടെന്ന് എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ഇത് പൂർണ്ണമായിട്ടും എൻ്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്. ശക്തമായി ഞാൻ വിശ്വസിക്കുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഞാൻ വീണ്ടും അതിനുശേഷവും എനിക്ക് എപ്പോഴും ഒരു അതായത് ഇത്രയും ഏജ് ആയതുകൊണ്ട് ഇനി ട്രെയിനിങ്ങിൻ്റെ ടൈമിലായാലെങ്കിലും ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ പ്രശ്നം വരുമോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനിവിടെ വന്നു, അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നതും എല്ലാം. അതുപോലെ ട്രെയിനിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും ഫസ്റ്റ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏവിയേഷനായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് അതിലോട്ട് പോകുന്നത്. അങ്ങനെ ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പം അവിടെയാണെങ്കിലും ഞാൻ എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുകയും അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും നമുക്ക് ഷിഫ്റ്റായിട്ടാണ് ട്രെയിനിങ് ഉള്ളത്. അപ്പം പോകാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഓൺലൈൻ കാണുകയും അത് എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തിട്ടുള്ള സമയങ്ങളിലെല്ലാം. അതുപോലെ തന്നെ വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വഴികൾ തുറന്ന് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ഇൻ്റർവ്യൂവിനെ പറ്റി ഞാൻ അറിയുന്നത് വിശുദ്ധ കുമ്പസാരം ഉള്ള സമയത്താണ്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ, ഒരു ഭയങ്കരമായിട്ട് ഡിസ്റ്റൻസ് ഫീൽ ചെയ്ത ഒരു സമയത്ത് ഞാനിതുപോലെ വിശുദ്ധ കുമ്പസാരം നടത്തി. അതിനുശേഷം എൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പം അത് നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അത് കേൾക്കുന്നതിന് എന്തെങ്കിലും ഒരു സൈൻ കാണുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെയ്തിട്ടുള്ള പ്രേക്ഷിത പ്രവർത്തനം, ഫസ്റ്റ് പത്രത്തിൻ്റെ കാര്യം പറയുമ്പം ഞാൻ എൻ്റെ ആ ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഞാൻ വീണ്ടും പറയുന്നു. ഞാൻ ഇങ്ങനെ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്കിതുപോലെ ഒരു സാക്ഷ്യം കാണാൻ സാധിച്ചതും അതെന്നെ ഒരുപാട് ബലപ്പെടുത്തിയതും. അതുപോലെ അനാഥാലയങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ എന്നും ഫുഡ് മേടിക്കുമ്പോൾ ഒരാൾക്കും കൂടിയുള്ള ഫുഡ് മേടിക്കും. എന്നിട്ട് ഞാൻ എന്നും ഒരാൾക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും ഫുഡ് കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന കാണുവാണെങ്കിൽ, വഴിയിലൊക്കെ കാണുവാണെങ്കിൽ ഞാൻ ഫുഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫുഡായിട്ടും എൻ്റെ കയ്യിലുള്ള പൈസയായിട്ടും ഒക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്നേഹരാജൻ കൊല്ലം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലെ വലിയൊരാഗ്രഹമായിരുന്നു പഠനത്തിന് ശേഷമുള്ളൊരു ജോലി വേണമെന്നുള്ളത്. എന്നാൽ അത് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളായിരുന്നു കൊണ്ട് തന്നെ, എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഒരു വ്യക്തിയിലൂടെ തൻ്റെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനങ്ങൾ ഉടമ്പടിയെടുത്ത ഒരു സഹോദര കയ്യിൽ നിന്ന് സ്നേഹയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് മുമ്പോട്ട് കടന്നു പോവുകയും IELTS അത് പാസ്സാകുവാനൊക്കെ സാധിക്കുകയും ചെയ്തത്. അതിനെ തുടർന്ന് പല ഇൻ്റർവ്യൂ ഒക്കെ പോകുന്നുണ്ടെങ്കിലും അതിൽ പലവിധങ്ങളായ തടസ്സങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഒരു ഹസ്ബൻഡിൻ്റെയൊക്കെ ചർച്ചയോടുകൂടി ക്യാബിൻ ക്രൂ എന്ന ജോബിനെ പറ്റി അറിയുകയും അതിനെ തുടർന്ന് കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഏജ് ലിമിറ്റ് എന്നൊരു വലിയ കാര്യത്തെ ഒരു പ്രശ്നമായി. കാരണം 18 മുതൽ 27 വയസ്സുള്ള ആൾക്കാർക്കാണ് ആ ജോലി. കാരണം സ്നേഹയ്ക്ക് 26-7 മാസമാകുമ്പോഴത്തേക്കാണ്. കാരണം ഓൾറെഡി ഏജ് ലിമിറ്റ് തീരാനായിട്ടുള്ളൊരു സമയം കൂടിയാണ്. എന്നാൽ അതിനിടയിൽ ഉറച്ചൊരു വിശ്വാസം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടാണെങ്കിലും അതോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു സാക്ഷ്യം കേൾക്കാനൊക്കെ ഇടയൊക്കെ ആയത്. കാരണം തൻ്റെ ജീവിതത്തിൽ
പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പത്രങ്ങളൊക്കെ ഇങ്ങനെ കൃപാസന പത്രങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വേണം പരിസര ഇടപെടലെന്നോണം ഈ ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയുണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. കാരണം അത് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് കാട്ടിക്കൊടുക്കുകയും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു സംരക്ഷണം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാരണം മകളുടെ വാക്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയിലാണ് ഈ ജോലി ലഭിച്ചതെന്ന്. കാരണം ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും താൻ ഏത് ക്വസ്റ്റ്യനാണോ പ്രിപ്പയർ ചെയ്തത് അതിൽ നിന്നുകൊണ്ട് ചോദിക്കുകയും തനിക്കത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ ആ ഒരു വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഈ മകൾക്ക് മാത്രം സെലക്ഷൻ കിട്ടിക്കൊണ്ട് ജോലി ലഭിക്കുകയും ചെയ്തത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹവും കൃപയും തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ ഇനിയും വലിയ വലിയ ദൈവാനുഗ്രഹങ്ങളാൽ പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് ഇനിയും സ്നേഹം ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം.